പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് വന്നത് മാറാലയൊക്കെ തട്ടി ക്ലീൻ ചെയ്യുന്നൊരു വീഡിയോയുമായിട്ടാണ് കേട്ടോ. പിന്നെ പെട്ടെന്ന് മാറാലൊന്നും വരാതിരിക്കാനുള്ളൊരു ടിപ്പ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ചിമ്മിനിക്കൂടാണ് കേട്ടോ. അത്യാവശ്യം മാറാലയും പുകയൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ കൂടുതലായിട്ടും വിറകടുപ്പ് കത്തിക്കുന്ന ഒരാളാണ് കേട്ടോ. അതാണ് എനിക്ക് ഇഷ്ടം. അപ്പോൾ അത്യാവശ്യം നല്ലപോലെ തന്നെ പുകയൊക്കെ പിടിച്ചിട്ടുണ്ട്. കുറേ നാളായിട്ടോ ചിമ്മിനിക്കൂടൊക്കെ ക്ലീൻ ചെയ്തിട്ടപ്പോൾ ഇതൊരു വീഡിയോ ആക്കി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ നമുക്ക് പെട്ടെന്ന് മാറാലയൊക്കെ ഒന്ന് തട്ടിയെടുക്കാം. ചിമ്മിനിക്കൂട് തട്ടാനായിട്ട് ഞാൻ തനിച്ചൊരു മാറാലക്കോൽ ഉണ്ടാക്കിയെടുത്തതാണ്. റൂമും കാര്യങ്ങളൊക്കെ തട്ടാനായിട്ട് സെപ്പറേറ്റ് തന്നെ ഒരു മാറാലക്കോലുണ്ട്. ചിമ്മിനിക്കൂടിൽ അത്യാവശ്യം കരിയും പുകയൊക്കെ ഉള്ളതുകൊണ്ട് തനിച്ചന്നെ ഞാനൊരു പഴയ ചൂല് വെച്ചിട്ടൊരു കോല് ഉണ്ടാക്കിയെടുത്തതാണ്. ഈ ചിമ്മിനിക്കൂടിന് നല്ല ഉയരമാണ് കേട്ടോ. അപ്പം ഒരു കൈ വെച്ചിട്ട് മാറാല തട്ടിയെടുക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടാണ്. അപ്പം ഇനി ഈ ഉയരത്തിലൊക്കെ ഞാൻ നല്ലപോലെ തന്നെ മാറാലയൊക്കെ ഒന്ന് തട്ടിയെടുക്കട്ടെ. അപ്പോൾ അതാ ചിമ്മിനിക്കൂട് മുഴുവനായിട്ട് ഞാൻ നല്ലപോലെ തന്നെ മാറാലയൊക്കെ തട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കൈയെത്തുന്ന ആ ഒരു ഭാഗമൊക്കെ ഒന്ന് തുടച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതൊരു ബക്കറ്റിൽ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വിനാഗിരിയാണ്. ഒരു 2-3 തുള്ളി വിനാഗിരി ചേർത്ത് കൊടുത്താൽ മതി. അതുപോലെ തന്നെ ഇനി ചേർത്ത് കൊടുക്കുന്നത് മണ്ണെണ്ണയാണ്. മണ്ണെണ്ണയും ഒരു 2-3 തുള്ളി മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഒരുപാട് കൂടി പോകണ്ട. ഇനി വൃത്തിയുള്ള നല്ലൊരു മോപ്പ് ഇതിൽ മുക്കി ചിമ്മിനിക്കൂടിൻ്റെ എല്ലാ ഭാഗവും നമുക്കൊന്ന് തുടച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ ചെയ്തെടുക്കുമ്പോൾ പെട്ടെന്നൊന്നും മാറാല കെട്ടില്ല കേട്ടോ. പിന്നെ മാറാലയൊക്കെ നമ്മൾ തട്ടിക്കഴിയുമ്പോൾ ഒരു ചീത്ത സ്മെല്ലൊക്കെ ഉണ്ടാവും. അതൊക്കെ പോയി കിട്ടാനും നല്ലതാണ്. അപ്പോൾ നിങ്ങൾക്കിത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഒരു കയ്യിൽ ഫോണും ഒരു കയ്യിൽ മോപ്പുമാണ് കേട്ടോ. അപ്പോൾ ഒരു കൈ കൊണ്ടൊക്കെ ചെയ്യാനായിട്ട് നല്ല ബുദ്ധിമുട്ടാണ്, ക്ലീനായി കിട്ടുമല്ല. അപ്പോൾ ഇത് നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഒരു കൈ വെച്ച് ഉരച്ചതിന് ശേഷം പിന്നെ ഞാനിത് 2 കൈ വെച്ച് നല്ല പോലെ തന്നെ തേച്ചുരച്ച് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് കണ്ടില്ലേ, നന്നായിട്ട് ആ പുകയുടെ കറയൊക്കെ പോകുന്നുണ്ട്. വിനാഗിരിയും മണ്ണെണ്ണയൊക്കെ കൂടി ചേരുമ്പോൾ വേറൊരു സ്മെല്ല് തന്നെയാണ് കേട്ടോ. അപ്പോൾ മാറാല മാത്രമല്ല, ഉറുമ്പ്, പല്ലി, പാറ്റ അതുപോലെയുള്ള ജീവികളൊന്നും വരില്ല. അപ്പോൾ ഞാനിതാ കയ്യെത്തുന്ന ആ ഒരു ഭാഗമൊക്കെ നല്ല പോലെ തന്നെ തേച്ചുരച്ച് കഴുകിയെടുത്തിട്ടുണ്ട്. ഒരുപാട് മുകളിലേക്കൊന്നും മോപ്പ് എത്തില്ല. അപ്പോൾ എത്തുന്ന ആ ഒരു ഭാഗമൊക്കെ ഞാൻ നല്ല പോലെ തന്നെ ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ചുമരിയിലെ ആ പുകയുടെ കറയൊക്കെ കുറേയൊക്കെ പോയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് താഴ്ഭാഗത്തുള്ള ആ ഒരു ടൈൽസൊക്കെ നല്ല പോലെ ഒന്ന് തേച്ചുരച്ച് കഴുകിയെടുക്കണം. ഇത് കണ്ടില്ലേ, ടൈൽസിലൊക്കെ നല്ല പോലെ തന്നെ പുകക്കറ പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് വേഗത്തിലൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിതാ കുറച്ച് ചകിരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നമ്മുടെ നാളികേരമൊക്കെ പൊതിച്ച് കഴിയുമ്പോൾ കിട്ടുന്ന ആ ഒരു ചകിരി ഉണ്ടല്ലോ, അത് വെച്ച് ക്ലീൻ ചെയ്തെടുക്കുമ്പോൾ നല്ല പോലെ തന്നെ ക്ലീനായി കിട്ടും. അതിലേക്ക് ഞാൻ കുറച്ച് ലിക്വിഡ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ചാരവും എടുത്തിട്ടുണ്ട്. ടൈൽസ് ഒന്ന് നനച്ച് കൊടുത്തിരുന്നു കേട്ടോ. അതിന് ശേഷമാണ് ഇതൊക്കെ വെച്ച് ഉരച്ചെടുക്കുന്നത്. ഇത് വെച്ച് തേച്ചുരച്ച് കഴിഞ്ഞാൽ ഒരുപാട് ശക്തി ഉപയോഗിച്ച് നമ്മൾ ഉരച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്നങ്ങ് ഉരച്ചെടുത്താൽ മതി. അപ്പം തന്നെ നല്ല പോലെ തന്നെ ക്ലീനായി കിട്ടും. ടൈൽസിൻ്റെ എല്ലാ ഭാഗവും ഞാൻ നല്ലപോലെ തന്നെ ഉരച്ചെടുത്തതിന് ശേഷം ഒന്ന് തുടച്ചുകൂടെ എടുത്തിരുന്നു.
അപ്പോൾ ആ തുടച്ചെടുക്കുന്ന വെള്ളത്തിൽ ഞാൻ കുറച്ച് വിനാഗിരിയും അതുപോലെ തന്നെ കുറച്ച് മണ്ണെണ്ണയും ഉറ്റിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആദ്യം സാധാ വെള്ളത്തിലൊന്ന് കഴുകിയെടുത്തതിന് ശേഷം പിന്നെ ലാസ്റ്റ് വെള്ളത്തിലാണ് കേട്ടോ ഇതുപോലെ മണ്ണെണ്ണയും വിനാഗിരിയൊക്കെ ഒഴിച്ച് തുടച്ചെടുക്കുന്നത്. അപ്പോൾ ഇത് കണ്ടില്ലേ, നമ്മുടെ ടൈൽസൊക്കെ നല്ല പോലെ തന്നെ ക്ലീനായി കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ അടുപ്പിൻ്റെ ആ ഒരു ഭാഗമൊക്കെ നല്ല പോലെ തന്നെ തേച്ചുരച്ച് കഴുകിയെടുത്തിരുന്നു. അപ്പോൾ എൻ്റേത് ഇരുമ്പിൻ്റെ പുകയില്ലാത്ത അടുപ്പാണ് കേട്ടോ, കുറച്ച് പഴയ അടുപ്പാണ്. അപ്പോൾ അത് തേച്ചുരച്ച് കഴുകിയാലും നമുക്ക് ക്ലീനായ പോലെ ഒന്നും തോന്നില്ല. അപ്പോൾ അതൊന്നും ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു. നല്ലപോലെ കത്തിപ്പിടിക്കുന്ന ഒരുപാട് പുകയൊന്നും പുറത്തേക്ക് വരാത്ത അടിപൊളി അടുപ്പ് തന്നെയാണ് കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു അടുപ്പാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതലായിട്ടും എൻ്റെ പാചകങ്ങളൊക്കെ ഈ വിറകടുപ്പിലാണ് ചെയ്തെടുക്കാറ്. അപ്പോൾ വിറകടുപ്പൊക്കെ ഉള്ള ആളുകൾ ഇതുപോലെയൊക്കെ അടുപ്പൊക്കെ ഒന്ന് ക്ലീനാക്കി എടുക്കുക. അടിപൊളിയായിട്ട് തന്നെ നമുക്ക് ക്ലീനായി കിട്ടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. പിന്നെ യൂട്യൂബിൽ ഇപ്പോൾ ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അറിയുന്ന ആൾക്കാരൊക്കെ ഒന്ന് ഹൈപ്പ് ചെയ്യാനും മറന്നു പോകരുത്. അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.